നാരായണായ നമ. സ്വാമിയെ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഇന്നത്തെ വിഷയം ഏപ്രിൽ 2024 മൂലം നക്ഷത്ര ജാതകർക്ക് വരുന്ന വിഷുഫലങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ജാതകനിൽ സ്വാധീനം ചെലുത്തുന്നത് എന്നാണ് പറയുന്നത്. കൊല്ലവർഷം 1199, മീനം 19 തുടങ്ങി മേടം 17 അവസാനിക്കും. ഗ്രഹസഞ്ചാരങ്ങളൊക്കെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സമയം ആദിത്യൻ്റെ സഞ്ചാരപാത മീനം മേടം രാശികളിലായിട്ടായിരിക്കും. ഈ ഏപ്രിൽ മാസത്തിൽ പൂർണ്ണമായും രേവതി അശ്വതി ഞാറ്റുവേലകളും ഭാഗികമായി ഭരണി ഞാറ്റുവേലയും സംഭവിക്കുന്നു. സൂര്യൻ്റെ ഉച്ചരാശിയായ മേടവും അത്യുച്ചമായ മേടപ്പത്തും ഈ ഏപ്രിലാണ് വരുന്നതെന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ ശനി മൂലക്ഷേത്രമായ കുംഭരാശിയിൽ സഞ്ചരിക്കുകയും ഏപ്രിൽ 5 മുതൽ ശനി ചതയത്തിൽ നിന്നും മാറി പൂരുരുട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിച്ചു തുടങ്ങുകയും ചെയ്യും. മേടം രാശിയിൽ ഭരണി നക്ഷത്രത്തിലാണ് ഇപ്പോൾ വ്യാഴൻ്റെ സഞ്ചാരം. ഏപ്രിൽ പകുതിയോടെ വ്യാഴൻ കാർത്തിക നക്ഷത്രത്തിൽ എത്തിച്ചേരുന്നതായിരിക്കും. ഏപ്രിൽ അവസാനത്തോടെ മേടം രാശിയിൽ വ്യാഴൻ്റെ ഒരു വർഷത്തെ വാർഷിക സഞ്ചാരം പൂർത്തിയാക്കുന്നതുമാണ്. മെയ് മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വ്യാഴം ഇടവരാശിയിൽ സംക്രമിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നക്ഷത്രങ്ങളുടെ ഈ മാസത്തെ ബലം അല്ലെങ്കിൽ വിഷുബലം ഗണിച്ചിരി പറയുന്നത്. അപ്പോൾ മൂലം നക്ഷത്രം പറയുകയാണെങ്കിൽ 3-ാം ഭാവത്തിൽ ശനി ചൊവ്വ യോഗം എന്ന യോഗമുള്ളതിനാൽ ഗുണാനുഭവങ്ങൾക്ക് വഴിവെക്കുന്നതായിരിക്കും. മുതിർന്നവരുടെയും ചെറുപ്പക്കാരുടെയും പിൻബലമുണ്ടാവും. ഈ നക്ഷത്ര ജാതകർക്ക് ഈ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ പിൻബലം ഉണ്ടാകുമെന്നുള്ളതാണ്. നേരത്തെ തന്നെ ശ്രമിച്ച് പരാജയപ്പെട്ട കാര്യങ്ങളിൽ ശ്രമിക്കുന്ന പക്ഷം വീണ്ടും വിജയമുണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തൊഴിൽ മേഖലയിൽ മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. ഗൃഹനവീകരണം പൂർത്തിയാക്കുവാൻ സാധിക്കും. കൂടാതെ തന്നെ ബിസിനസ് പരമായി അല്ലെങ്കിൽ വ്യാപാരപരമായിട്ട് വർക്ക്ഷോപ്പിലായിരുന്ന വാഹനം വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുകയും ഈ പറഞ്ഞ ബിസിനസ് പരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാകുന്നു. 4-ാം ഭാവത്തിലെ രാഹു രവി യോഗം അയൽ തർക്കങ്ങൾക്ക് കാരണമായേക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രാഹു രവിയുടെ യോഗം 4-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അത് ശത്രുതയ്ക്ക് വഴിതെളിക്കും. അയൽപക്കക്കാരുമായിട്ടുള്ള ശത്രുതയ്ക്കായിരിക്കും കൂടുതലായിട്ട് വഴിതെളിക്കുന്നത്. കൂടാതെ മാതൃബന്ധുക്കളുമായിട്ട് നീരസത്തിലാവുകയും ചെയ്യും. അവരുമായിട്ട് തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ജാതകൻ്റെ മകൻ്റെ വിവാഹ കാര്യത്തിൽ അല്ലെങ്കിൽ സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. സമൂഹ മാധ്യമങ്ങളിലെ നിലപാടുകളും അഭിപ്രായങ്ങളും തർക്കങ്ങളിലേക്ക് നയിക്കാനിടയുണ്ട്. മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. ആരോപണങ്ങൾ വ്യക്തിത്വത്തെ ബാധിക്കുന്നതാണ്. പല രീതിയിലുള്ള ആരോപണങ്ങളും ജാതകൻ്റെ വ്യക്തിത്വത്തെ വളരെയധികം സ്വാധീനിക്കുകയും അത് ബാധിക്കുകയും അപകടങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ് എന്നുകൂടി ഓർമ്മിക്കുക. കൂടാതെ തന്നെ ബന്ധുജനങ്ങളുടെ ആവശ്യങ്ങൾ ചില സമയങ്ങളിൽ പരിഗണിക്കേണ്ടതായിട്ട് വരുന്നതാണ്. കൂടാതെ സാഹസ പ്രവൃത്തികളിൽ നിന്നും ഊഹക്കച്ചവടങ്ങളിൽ നിന്നും വ്യാപാരങ്ങളിൽ നിന്നൊക്കെ പിന്മാറി നിൽക്കേണ്ട ഒരു സമയമാണ്. ആയുർവേദപരമായിട്ടുള്ള ചികിത്സാ രീതികൾ ചിലപ്പോൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. നാഡീരോഗ പീഡകൾ ചെറിയ രീതിയിൽ ശമനം വരും. ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക. സംസാരിക്കുമ്പോൾ തെറ്റുകൾ വരാതെ സൂക്ഷിക്കുക. കൂടാതെ ഭൂമി നഷ്ടപ്പെടുവാനുള്ള സാധ്യത, നാടിൻ്റെ വികസനത്തിനായിട്ട് വരുന്ന കാര്യങ്ങളിൽ ഭൂമി കുറച്ച് ഭാഗമൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത അല്ലെങ്കിൽ അത് വിട്ടുകൊടുക്കാൻ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സുഹൃത്തുക്കളെയൊക്കെ സഹായിക്കുവാനും അവരുടെ ആപത്ഘട്ടങ്ങളിൽ അവരെ രക്ഷിക്കുവാനുമൊക്കെ സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതാണ്. മേടമാസത്തിൻ്റെ തുടക്കത്തോടെ തന്നെ ഉദ്യോഗപരമായിട്ടുള്ള ആൾക്കാർക്ക് ഉദ്യോഗസ്ഥാനത്ത് കയറ്റം ലഭിക്കും. ആനുകൂല്യങ്ങളും സ്ഥാനങ്ങളും അംഗീകാരങ്ങളും ഒക്കെ യഥാസമയം ലഭിക്കുന്നതായിരിക്കും.
വിശ്വാസയോഗ്യമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്ന് പ്രവർത്തിക്കുവാനുള്ള സാഹചര്യമുണ്ടാവും. ആശ്രയിച്ച് വരുന്നവർക്ക് അഭയം നൽകുവാൻ ഒരു മനസ്സ് വന്നു ചേരുന്നതാണ്. അതിൽ ആത്മാഭിമാനം തോന്നുകയും ചെയ്യും. സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് പിരിഞ്ഞുപോയ സുഹൃത്തുക്കളെ വീണ്ടും കാണുവാനും അവരുമായിട്ട് സമയം പങ്കുവയ്ക്കുവാനൊക്കെയുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. ഇപ്രകാരമാണ് മൂലം നക്ഷത്ര ജാതകർക്ക് 2024 ഏപ്രിൽ മാസത്തിൽ വരുന്ന വിഷുഫലങ്ങൾ പ്രകടമാകുന്നത്. ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.